Thank you, Brother Abraham Chaco. Next we have Steve Thomas. He's going to make his presentation. 20 minutes. Yes. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന കർത്തൃദാസന്മാർക്കും അതുപോലെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തിരുവചനം സത്യങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ ഷിബു പിടിയേക്കൽ ഉന്നയിച്ച ആരോപണങ്ങളോട് ചേർന്നുള്ള മറുപടിയുമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മുമ്പേ സംസാരിച്ച സജീവ് വർഗീസ് എന്ന കർത്തൃദാസൻ പൂർണ്ണമായത് സ്നേഹമാണ് എന്നുള്ളതിന് ഷിബു പിടിയേക്കലിൻ്റെ പഠിപ്പിക്കലിന് ഖണ്ഡിക്കുകയുണ്ടായി. എന്നാൽ അവരുടെ മധ്യയിൽ നിന്ന് തന്നെ സംസാരിച്ച രണ്ട് കർത്തൃദാസന്മാർ പൂർണ്ണമായത് ക്രിസ്തുവാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺട്രഡിക്ഷൻ ഇവിടെ തന്നെ വ്യക്തമായി എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റു ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില ഉപചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടു. അത് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യുവാൻ തക്കണം 20 മിനിറ്റിൽ മറുപടി പറയുവാൻ തക്കണം കഴിയാത്തത് കൊണ്ട് പിന്നീട് ലഭിക്കുന്ന അവസരം പോലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടോ മറ്റ് മുഖാന്തരങ്ങളിലൂടെയോ മറുപടി തരുന്നതാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നേരത്തെ ഓൾറെഡി ഫ്ലോറിൽ നിൽക്കുന്ന ചോദ്യങ്ങളെ പ്രധാനമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരുവചനത്തിൽ വ്യക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം തിരുവചനത്തിലെ മറ്റ് വ്യക്തമല്ലാത്ത ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുവാൻ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കൃപാവരങ്ങളെല്ലാം തന്നെ പൊതുപ്രയോജനത്തിനായിട്ട് 12-ാം അധ്യായം 7-ാം വാക്യം കൊരിന്ത്യർ ലേഖനം, സഭയുടെ ആത്മീയവർദ്ധനവിനായിട്ട് 14-ാം അധ്യായം 6, 12, 26 തുടങ്ങിയ വാക്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും നൽകപ്പെട്ടിട്ടില്ല എന്ന് 12-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും നൽകിയിട്ടില്ല. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? ഇല്ല. എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഇല്ല എന്നാണ് മറുപടി. അപ്പോൾ എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും നൽകിയിട്ടില്ല എന്നുള്ള വേദപുസ്തക പഠിപ്പിക്കലിൻ്റെ വ്യക്തമായ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കൺഫ്യൂഷൻ തോന്നാവുന്ന ഭാഗങ്ങൾ വിശദീകരിക്കുവാനെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അന്യഭാഷകളുടെ വരം വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് നൽകിയത് എന്ന് നാം കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു സത്യമാണ്, വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. വരങ്ങൾ അവനവന് തൻ്റെ ഇഷ്ടം പോലെ വിഭാഗിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നതാണ്. വരത്തിന് വേണ്ടി കാത്തിരിക്കുകയോ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, വ്യാഖ്യാന വരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 14-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ മലയാളത്തിൽ പ്രാർത്ഥിക്കട്ടെ, വ്യാഖ്യാന വരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മൂലഭാഷയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്ന വ്യാഖ്യാനത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന വ്യാഖ്യാനം ലഭിക്കുവാൻ മറ്റൊരു വ്യാഖ്യാന വരമുള്ളവൻ എഴുന്നേറ്റ് അത് വ്യാഖ്യാനിക്കുവാൻ അല്ലെങ്കിൽ സ്വയം വ്യാഖ്യാനിക്കുവാൻ കഴിവുണ്ടെങ്കിൽ അത് വ്യാഖ്യാനിക്കുവാൻ വേണ്ടി, അല്ലാതെ ഒരു വരത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് വരം വാഞ്ചിക്കുവാനായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിക്കുവാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഭാഷാവരം അന്ന് ഭാഷാവരമേ ഇല്ലായിരുന്നുവെന്നും കൊരിന്ത് സഭയിൽ ഭാഷാവരം ഇല്ലായിരുന്നുവെന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അത് മിസ്യൂസ് ചെയ്തുവെന്നും അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കറക്ഷന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് എന്നും ആണ് പഠിപ്പിച്ചത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഷിബു ബ്രദർ ഒരു വീഡിയോയിൽ താൻ പറഞ്ഞ ഒരു കാര്യം, ബ്രദറൻ പാപ്പരത്വം എന്നുള്ള ഒരു വീഡിയോയിൽ 11-ാം അധ്യായം 11-ാമത്തെ മിനിറ്റിൽ താൻ ഇങ്ങനെ പറഞ്ഞു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നു. തുടങ്ങിയത് അവസാനിപ്പിച്ചിട്ടില്ല, അവസാനിപ്പിച്ചെന്ന് കാണിച്ചു തരുവാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് അവിടെ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി എന്നാൽ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കാണിച്ചു തരുവാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ വേളയിൽ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പത്രോസ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. അവസാനിച്ചു എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? എങ്ങും എഴുതിയിട്ടില്ല. അതുപോലെ അവർ പാർത്ത മാളിക മുറിയിലേക്ക് കയറിപ്പോയി എന്ന് എഴുതിയിട്ടുണ്ട്. അവർ മാളിക മുറിയിൽ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണോ? അവർ ഇറങ്ങി വന്നില്ലയോ? അപ്പോൾ അത് അന്യഭാഷയിൽ അവർ സംസാരിച്ച അപ്പോസ്തലന്മാർ അവിടെ സംസാരിച്ചത് അവസാനിപ്പിച്ചുവെന്ന് പിന്നീട് എഴുതേണ്ട ആവശ്യമില്ല. പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവരുടെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അന്യഭാഷ അവിടെ നിന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഞാൻ മുന്നോട്ട് പോകട്ടെ. ഷിബുവിൻ്റെ വീഡിയോയിൽ കാണുന്നത് ഒരു ചോദ്യം, കെ.ഇ. എബ്രഹാം അന്യഭാഷയിൽ സംസാരിക്കാൻ താമസിച്ചത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് താൻ ചോദിക്കുന്നു. കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലയോ?
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മാത്രമാണ് ദൈവമകൻ എന്നതിൻ്റെ ഒരു വീഡിയോയിൽ താൻ പറഞ്ഞിട്ടുണ്ട്. അവൻ മാത്രമാണ്, സർവ്വശക്തിയും ഉപയോഗിച്ചാണ് പറഞ്ഞത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മാത്രമാണ് ദൈവമകൻ. അങ്ങനെയെങ്കിൽ ഈ സഭകൾ സ്ഥാപിച്ച സ്ഥാപകനായിരുന്ന കെ.വി. സൈമൺ സാറിനോടൊപ്പം പ്രവർത്തിച്ച തൻ്റെ ശിഷ്യനായിരുന്ന കെ.ഇ. എബ്രഹാം അന്യഭാഷയിൽ സംസാരിക്കാൻ താമസിച്ചതിൽ കുഴപ്പമില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. താൻ ദൈവമകനായിരുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. എന്നാൽ തൻ്റെ വാക്കുകൾ തെളിയിക്കുന്നത് നേരെ മറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം പിടിക്കുകയാണ്. പഴയ നിയമത്തിലെ ഇതിന് മധ്യത്തിൽ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. കാനോനീകരണത്തെക്കുറിച്ച് ഇവിടെ ഒന്ന് രണ്ട് ദേവദാസന്മാർ സംസാരിക്കുകയുണ്ടായി. കാനോനീകരണത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ജ്ഞാനപരമല്ലായിരുന്നു. അതിൻ്റെ ക്രൈറ്റീരിയയൊക്കെ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വിശദീകരിച്ചാൽ എനിക്കൊരു അരമണിക്കൂർ തന്നാൽ ഞാനിപ്പോൾ വിശദീകരിക്കാം, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ സമയം തരുവാനായിട്ടുണ്ടെങ്കിൽ അത് അവസാനം തന്നാൽ ഞാനത് വിശദീകരിക്കാം. പിന്നെ ബ്രദറൻകാരെ കുറിച്ച് ഒരു ആരോപണമുണ്ട്. നിങ്ങളെന്തോ ആണുങ്ങളുടെ സഭയാണോ, പെണ്ണുങ്ങളില്ലയോ? നമുക്കറിയാം, അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാരുടെ കൂട്ടത്തിന് ക്രിസ്ത്യാനികളെന്ന് പേർ വിളിച്ചു. അവരെ ആര് വിളിച്ചതാ? അവർ ക്രിസ്ത്യാനികളെല്ലാം കൂടെ കൂടിയിരുന്ന് നമുക്ക് ഇനി ക്രിസ്ത്യാനി എന്നൊരു പേരുണ്ടാക്കാമെന്ന് പറഞ്ഞാണോ? ഒരിക്കലുമല്ല. അതുപോലെ തന്നെയാണ് ബ്രദറുകാരെ നവോത്ഥാന കാലഘട്ടത്തോടനുബന്ധിച്ച് അവർ ഒരുമിച്ച് കൂടി വചനപ്രകാരം കൂടി വരുവാൻ തുടങ്ങിയ വിശ്വാസികളെ ലോകം വിളിച്ച പേരാണ് ബ്രദറൻ എന്നുള്ളത്. കർത്താവ് എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങളോ റബ്ബി എന്ന പേരെടുക്കരുത്, ഒരുവനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. യു ആർ ഓൾ ബ്രദറൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 42-ാം വാക്യം അവസാന ഭാഗം, ആൻഡ് യു ആർ മൈ ബ്രദറൻ. 50-ാം വാക്യം, ഫോർ ഹൂസോവർ ഷാൽ ഡു ദ വിൽ ഓഫ് മൈ ഫാദർ വിച്ച് ഈസ് ഇൻ ഹെവൻ ദ സെയിം ഈസ് മൈ ബ്രദർ, സിസ്റ്റർ ആൻഡ് മദർ. അപ്പോൾ ബ്രദറൻ എന്നുള്ള വാക്കിൽ സഹോദരിമാരും അമ്മയും അപ്പനും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വചനത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 41-42 വാക്യങ്ങൾ നാം കാണുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ വാക്കു കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ബ്രദറൻകാരുടെ ആരാധനായോഗങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ഈ തരത്തിലുള്ള കാര്യം നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. സ്ലേയിങ് ഇൻ സ്പിരിറ്റും ട്രെയിൻ ഓടുന്നത് പോലെ സഹോദരന്മാർ വട്ടം ഓടുന്നതും ഇതൊക്കെ ശുഭബ്രദറിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ എടുത്താ കേട്ടോ. ആരാധന യോഗത്തിന് പോകുമ്പോൾ ട്രെയിൻ ഓടുന്നത് പോലെ സഹോദരന്മാരെല്ലാം കൂടി ഓടുന്നു. ഇതും ആത്മീയമാണ് എന്നുള്ളത് തൻ്റെ വീഡിയോയിൽ നിന്നെടുത്താണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ നിങ്ങൾക്കെതിരെ ആരോപിക്കുകയല്ല. അങ്ങനെ അല്ലാത്ത കൂടിവരവുകളും ഉണ്ടായിരിക്കാം. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ 3000 പേർ അന്ന് രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒരു ലോക്കൽ സഭയിലല്ല കൂടി വന്നതെന്ന് നമുക്കറിയാം. അവർ ആരംഭഘട്ടത്തിൽ യെരുശലേം ദേവാലയത്തിൽ കൂടി വന്ന് അവർ ഹൃദയ പരമാർത്ഥത പൂണ്ട് അവർ സന്തോഷിച്ച് തിരുവചനമൊക്കെ കേട്ടു. എന്നാൽ അവർ വീടുകൾ തോറും അപ്പം നുറുക്കി പല ലോക്കൽ അസംബ്ലികളായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ചെറിയ ചെറിയ കൂടിവരവുകളായിട്ടാണ് യെരുശലേമിൽ കൂടിയത്. ഇനി താൻ പറഞ്ഞ മറ്റൊരു വിഷയം, തങ്ങളുടെ പ്രസ്ഥാനം മാളിക മുറിയിൽ ആരംഭിച്ചതാണ്. അതാണ് കുഴപ്പം. മാളിക മുറിയിൽ ഏതെങ്കിലും സഭ ആരംഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ വചനത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. മാളിക മുറിയിൽ ഈ സഭ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ 12 അപ്പോസ്തലന്മാർ, മത്യാസ് ഉൾപ്പെടെയുള്ള 12 അപ്പോസ്തലന്മാർ യെരുശലേം ദേവാലയത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അവർ കാത്തിരുന്നത് മാളിക മുറിയിലല്ല, കാത്തിരുന്നത് അപ്പോസ്തലന്മാർ മാത്രമായിരുന്നു എന്നുള്ളതിന് വചനം വളരെ വ്യക്തമായിരിക്കുകയാണ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം എടുക്കുക, 24-ാം അധ്യായം 52-53 വാക്യങ്ങൾ. ലൂക്കോസ് 24-52-53. അവിടെ എന്താണ് പറയുന്നത്? അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി പോന്നു. അപ്പോൾ അവർ യെരുശലേമിലായിരുന്നു, യെരുശലേമിലെ ദേവാലയത്തിലായിരുന്നു ദൈവത്തിൻ്റെ ഷെക്കേന ഗ്ലോറി ഇറങ്ങി വരേണ്ടിയിരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് യെരുശലേം ദേവാലയത്തിൽ മണ്ഡപത്തിൽ കൂടിയിരുന്ന 12 അപ്പോസ്തലന്മാരുടെ മേളിൽ മാത്രമാണ് ഇറങ്ങി വന്നത് എന്നുള്ളത് വചനം വളരെ വ്യക്തമാക്കുന്നു. 120 പേരുടെ മേളിലല്ല കേട്ടോ. ഈ 120 പേര് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മത്യാസിനെ ചീട്ടിട്ട് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി കൂടി വന്ന കൂട്ടമാണ് 120 പേർ. വളരെ വ്യക്തമാണ്. അതിനു മുമ്പ് വേറൊരു കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാളികമുറിയിൽ കൂടിയവർ അവർ പാർത്ഥ മാളികമുറിയിലേക്ക് കയറിപ്പോയെന്നാണ്. മാളികമുറിയുടെ കാര്യം അവിടെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. അവർ താമസിച്ച സ്ഥലമാണ്, രാത്രിയിൽ നൈറ്റ് സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഈ മാളികമുറി. അവിടെ ഒരു സഭയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. 11 അപ്പോസ്തലന്മാർ
സ്ത്രീകൾ, അമ്മ മറിയ, സഹോദരന്മാർ, ഇത്രയും പേരാണ് അവിടെ ആ മാളിക മുറിയിൽ കൂടി വന്നത്. അവരെന്താണ് ചെയ്തത്? അവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോന്നു. എന്നാൽ 120 പേരാണ് കർത്താവിൻ്റെ അക്കാലത്തുണ്ടായിരുന്ന ശേഷം ശിഷ്യന്മാരും എല്ലാവരോട് ചേർന്ന് മത്യാസിനെ തിരഞ്ഞെടുത്തു. അവനെ 11 അപ്പോസ്തലന്മാരോട് കൂടെ എണ്ണി. 12ാമത് മത്യാസ് വന്നു. ഈ 12 കുറിച്ചാണ് പറയുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും തൊട്ട് പ്രസിഡന്റായിട്ട് പറഞ്ഞിരിക്കുന്ന നമ്പറിനോട് ചേർത്ത് വേണം വചനം വ്യാഖ്യാനിക്കുമ്പോൾ നേരെ മുകളിൽ പറഞ്ഞിരിക്കുന്ന സംഖ്യയുമായിട്ട് വേണം അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ അവരെല്ലാവരുമാണ്. 100 പേർ ഉള്ള സംഘം അല്ല എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ അതിന് വല്ല തെളിവുമുണ്ടോ? 12 അപ്പോസ്തലന്മാർ മാത്രം ആണ് കൂടി അന്യഭാഷ പറഞ്ഞത് ഉള്ളതിന് വല്ല തെളിവുമുണ്ടോ? ഉണ്ട്, അനേക തെളിവുകളുണ്ട്. 1-2 മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നു, ഈ കൂടി വന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ? ഗലീലിയായോയി എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മസ്കുലീൻ പ്ലൂറൽ നൗണാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും ഗലീലക്കാരായ പുരുഷന്മാരല്ലയോ? ഈ അന്യഭാഷകളിൽ പറയുന്നവരെല്ലാവരും ഗലീലക്കാരായ പുരുഷന്മാരല്ലയോ എന്ന് ചോദിക്കുന്നു. ഗലീലക്കാരായ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുമില്ലായിരുന്നു. അവർ എല്ലാവരും ഗലീലക്കാരായ പുരുഷന്മാരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഞാൻ പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് എൻ്റെ പേരുകൾ മറിക്കട്ടെ. അവിടെ വീണ്ടും നാം കാണുന്നു, അവരെ അക്യൂസ് ചെയ്തപ്പോൾ അവർ മദ്യപിച്ചിരുന്നു, അവർ വീഞ്ഞു കുടിച്ച് മത്തരായിട്ടാണ് അന്യഭാഷകളിൽ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അവർക്ക് അക്യൂസേഷൻ നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ വീഞ്ഞു കുടിച്ചവരല്ല. അപ്പോൾ അവിടെയും പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് അക്യൂസേഷൻ ഫേസ് ചെയ്തു. അവർ 12 പേരാണ് അന്യഭാഷകളിൽ സംസാരിച്ചത് എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. പിന്നെ 37ാമത്തെ വാക്യത്തിൽ പീറ്റർ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അവിടെ കൂടിയിരുന്ന ആളുകൾ ചോദിക്കുകയാണ്, മെൻ ആൻഡ് ബ്രദറൻ വാട്ട് ഷാൾ വി ഡു? ആൻഡ്രസ് അഡൽഫോയ്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ ഹൃദയത്തിൽ കുത്തുകണ്ടിട്ട് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന ഏതെങ്കിലും സ്ത്രീകളെ അഡ്രസ് ചെയ്തല്ല പറയുന്നത്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗലീല പുരുഷന്മാരെ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നവർ ചോദിക്കുകയാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇനിയും ഒരു കാര്യം, ബ്രദർകാർ പിശാചിനാൽ നയിക്കപ്പെടുന്നവരാണ് എന്നുള്ള ഒരു പ്രസംഗം, ആ കാര്യത്തോടുള്ള ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ കാണിക്കട്ടെ. ഞാൻ പറഞ്ഞതാണ്, സന്ധ്യയ്ക്ക് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉറക്കം എന്താണ്? നിങ്ങളുടെ ഉറക്കം എന്താണ്? പരിശുദ്ധമായ ഒരു ശുശ്രൂഷയാണ്. അപ്പൊ നിങ്ങൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇനി ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ലാത്ത ചുമ്മാ ചത്ത പോലെ കിടക്കുന്ന പരിപാടിയല്ല. ഉറക്കത്തിലാണ് നിങ്ങൾ ഏറ്റവും വലിയ കാര്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ, കയറാൻ പറ്റാത്ത വീടുകൾ, ചെല്ലാൻ പറ്റാത്ത ആളുകൾ, അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻ. ഒരുപക്ഷെ നമുക്ക് സമയമില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അവിടെ നമ്മളെ കയറ്റത്തില്ലായിരിക്കും. പക്ഷേ രാത്രിയിൽ ഉറക്കത്തിൽ നിങ്ങൾക്കിവിടെ ഏത് വീട്ടിലും കയറാം. ഉറക്കത്തിൽ നിങ്ങൾക്കിവിടെ ഏത് വീട്ടിലും കയറാം. ഒരു താഴും ഒരു തഴുതും ഒരു കതകും നിങ്ങളെ തടയത്തില്ല. സകല സ്ഥലങ്ങളിലൂടെയും മാർച്ച് ചെയ്യാം. സുവിശേഷത്തിന്റെ വിത്തുകളെ വാരിയെറിയാം. ആത്മാവിൽ ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഉറക്കത്തിൽ നമുക്ക് വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയും, സുവിശേഷ വേല ചെയ്യുവാൻ കഴിയും. ഇതിനൊക്കെ എന്ത് വചനാടിസ്ഥാനമാണുള്ളത്? ഉറക്കത്തിൽ സുവിശേഷ വേല ചെയ്യാമായിരുന്നുവെങ്കിൽ ഈ ഡാളസ് മുഴുവൻ സുവിശേഷീകരിക്കപ്പെടുവാൻ ഒന്നുറങ്ങിയാൽ മാത്രം മതിയായിരുന്നു നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ, അതുപോലെ രാത്രിയിൽ മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ കയറി ചെന്നിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ശുശ്രൂഷയാ? മറ്റുള്ളവരെല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയിൽ നമുക്ക് ഏത് വീട്ടിലും കയറി ചെല്ലാം. ഇതാണോ ഒരു ശുശ്രൂഷ എന്ന് കാണുവാൻ നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത വീഡിയോ. നമ്മൾ കൈയടിക്കാൻ തുടങ്ങുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഹിസിംഗ് സൗണ്ടുകൾ വരാൻ തുടങ്ങും. ശത്രുവിൻ്റെ പാമ്പുകൾ ഇളകാൻ തുടങ്ങും. ഇത് ചെറിയ പരിപാടിയല്ല നടക്കുന്നത്. പെന്റക്കോസ്റ്റ് ആരാധന എന്താണെന്ന് പെന്റക്കോസ്റ്റുകാരെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇത് തമാശ അല്ല, ചുമ്മാതെ കൈ കൊട്ടുന്നതല്ല. കൈയടിക്കുമ്പോൾ
സിംഹാസനത്തിൽ ചുറ്റിയിരിക്കുന്ന നാഗങ്ങൾ ഇറങ്ങും. അതാ തിരുവെഴുത്ത് പറയുന്നേ, കൈകൊട്ടി അവനെ പുറത്താക്കി കളയും അവന്റെ സ്ഥലത്തുനിന്ന്. നീ കൈയടിക്കുമ്പോ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കപ്പെടും. കൂടാരം അടിച്ചുറപ്പിക്കുന്നതാണ് കൈയടി. അപ്പോൾ കൈയടിച്ച് പാമ്പിനെ വരുത്തി നമ്മുടെ ആരാധനകളിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ വീണ്ടെടുപ്പ് എടുക്കുവാൻ നമ്മെ വിടുവിച്ച കർത്താവിനെ കുറിച്ചാണോ ഓർക്കുന്നത്? നമ്മുടെ ആരാധന സ്വർഗത്തിലേക്കാണോ പോകുന്നത്, നരകത്തിലോട്ടാണോ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പാമ്പുകൾ ഇറങ്ങാൻ വേണ്ടിയാണ് കൈയടിക്കുന്നത്. നാഗങ്ങൾ, സിംഹാസനത്തിൽ ചുറ്റിയിരിക്കുന്ന നാഗങ്ങൾ ഇറങ്ങുവാൻ വേണ്ടിയാണ്. ഞങ്ങളാരും പറയത്തില്ല നിങ്ങൾ പിശാചിനാൽ നയിക്കപ്പെട്ടവരാണെന്ന്. അദ്ദേഹമാണ് പറയുന്നത്. ഇനിയും കേട്ടുകൊള്ളുക, അന്യഭാഷകൾ 5 വിധമുണ്ടെന്നും 4 വിധമുണ്ടെന്നും താൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മാനുഷികം സ്വീകാര്യതയ്ക്ക് വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കുന്നു. മാനസികം, മനസ്സ് വഞ്ചിക്കും, ഗെയിം പ്ലേ ചെയ്യും. അങ്ങനെ മനസ്സ് വഞ്ചിച്ച് ഗെയിം പ്ലേ ചെയ്ത് തന്നെ അന്യഭാഷ പറയും. അനുകരണമായിട്ട് കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയും. പൈശാചികമായിട്ട് അന്യഭാഷ പറയും. ഇത് ബ്രദറുകാരാണോ പൈശാചികമായിട്ട് അന്യഭാഷ പറയുന്നത്? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ഈ 4 വിധത്തിൽ അന്യഭാഷ പറയുന്നത് ബ്രദറുകാരാണോ? ഞങ്ങൾ ഒരു അന്യഭാഷയും പറയുന്നില്ല. പൈശാചികമായിട്ട് നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ടെന്ന് ഷിബുവിൻ്റെ വീഡിയോയുടെ ടൈം ഞാൻ പറഞ്ഞുതരാം, ടൈറ്റിലും പറഞ്ഞുതരാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളല്ല ആരോപിക്കുന്നത്. ഞങ്ങളെ പിശാചിനാൽ നയിക്കപ്പെടുന്നവരെന്ന് വിളിച്ചതുപോലെ തന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രതികരിക്കൂ. ഇതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ പല നിലയിൽ വചനവിരുദ്ധമായിരിക്കുന്ന പ്രസ്താവനകൾ നടത്തി ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഉള്ള വിധത്തിൽ വ്യാഖ്യാനിക്കാതെ അതിനെ വക്രീകരിച്ച് പഠിപ്പിച്ച് ആ നിലയിൽ ഉപദേശവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ആരാണ് എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയും വളരെ വ്യക്തമാണല്ലോ. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. പെന്തക്കോസ്ത സംഘടനയിൽ ഇല്ലായിരുന്നെങ്കിലും ദിനകരൻ പെന്തക്കോസ്തുകാരനായിരുന്നു എന്ന് താൻ പറയുന്നു. പെന്തക്കോസ്ത് സംഘടനയിൽ ഇല്ലായിരുന്നെങ്കിലും വേദപുസ്തക അടിസ്ഥാനത്തിൽ സഭ ഒരു സംഘടനയല്ല, ഓർഗനൈസേഷൻ അല്ല, ഇറ്റ് ഇസ് ആൻ ഓർഗനിസം. ഞങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവസഭ ഒരു സംഘടനയല്ലെന്ന. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ലാത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രസിഡന്റ് ഇല്ലാത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇലക്ഷൻ ഇല്ലാത്തത്. ഞങ്ങളുടെ സംഘാടകരും ഞങ്ങളുടെ ലീഡറുമൊക്കെ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കർത്താവാണ്. ഞങ്ങളുടെ ഭരണഘടന ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് ഞങ്ങളുടെ ഭരണഘടന, ഇതാണ് ഞങ്ങളുടെ ഭരണഘടന. ആ ഭരണഘടനയിൽ അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ വചനത്തിൽ നിന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ഈ നിലയിലുള്ള ആരോപണങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ഇനിയും കുത്തും എന്നൊരു വാക്യത്തിൽ പറഞ്ഞിരുന്നു. ഇനിയും കുത്തിയാൽ അതിനും മറുപടി പറയുവാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുകയാണ് ഞാൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ഇതിനൊന്നും മറുപടി ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം മറുപടി പറയുവാനായിട്ട് നമുക്ക് വകയില്ലാച്ചിട്ടല്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറുപടി പറയാതിരുന്നത് സാഹോദര്യത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ്, ദൈവാത്മാവിനാൽ ഞങ്ങൾ നിയന്ത്രിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു. ഈ സന്ദർഭവശാൽ ഈ സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. കർത്താവ് ഊതി എന്ന് പറഞ്ഞല്ലോ. അവിടെ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചോ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അവർക്ക് ഒരു ഓതറൈസേഷൻ പിന്നീട് ലഭിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുവാൻ പോകുന്നത് കൊണ്ട് അവരെ കർത്താവ് ആ നിലയിൽ ഓതറൈസേഷനായിട്ടാണ് അത് പറഞ്ഞത് എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. കമ്പ്യൂട്ടർ ഭാഷ 2 അക്ഷരമേ ഉള്ളൂ, അതുകൊണ്ട് അക്ഷരം കുറഞ്ഞാൽ ഏറ്റവും ശക്തിയാകും എന്ന് പറഞ്ഞു. ഈ കമ്പ്യൂട്ടർ ഭാഷയെക്കുറിച്ച് അറിയാവുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനോടൊന്നും ഇത് പറയരുത്. കമ്പ്യൂട്ടർ ഭാഷ പുറത്ത് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. കോഡായിട്ട് അകത്തിരിക്കത്തേ ഉള്ളൂ, പുറത്തോട്ട് വരത്തില്ല. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ഭാഷയാണെങ്കിൽ ഇത് അകത്ത് വെച്ചിരുന്നാൽ മതി, അതിന് തുല്യമാണെങ്കിൽ ഇത് പുറത്തോട്ട് ഇറക്കണ്ട എന്നുള്ളത് പറയുവാനായിട്ട് ഞാൻ ഈ സമയമെടുക്കുകയാണ്. അതുപോലെ ആത്മനിറവിൽ ഉള്ള ശുശ്രൂഷകളെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. ആത്മനിറവ് പിന്നെയും പിന്നെയും പ്രാപിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറയുന്നെന്ന് പറഞ്ഞാൽ എന്നെ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ കൂടുതൽ കിട്ടുകയാണ്. ഞാൻ എന്നെ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഏരിയകളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനിൽ വർദ്ധിച്ച് എന്നെ ഉപയോഗിക്കുന്നത്, എന്നിൽ നിറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ആത്മനിറവ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ച് നിറഞ്ഞു, കുറച്ചുകൂടെ കിട്ടി, പിന്നെ തലയോളമായി ഇതൊന്നും പറയത്തില്ല. ദൈവാത്മാവിന് എന്നെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ സകല ഏരിയകളും വിട്ടുകൊടുത്തുകൊണ്ട് എന്നെ ഉപയോഗിക്കുവാൻ നോക്കണം. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഞാൻ ആത്മനിറവുള്ളവനായിട്ട് തീരും. റൈറ്റ്.
ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സമയം അവസാനിച്ചുവല്ലോ. കൊരിന്ത് ലേഖനം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. കൊരിന്ത് ലേഖനത്തിൽ കർത്തൃമേശയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലൻ അനേക ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത് ലേഖനത്തിൽ നിന്നാണ് ഞങ്ങളിത് പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്കിതും മനസ്സിലായത് കൊരിന്ത് ലേഖനത്തിൽ നിന്നാണ്. കൊരിന്ത് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, സകലവും ചന്തവും ഉചിതമായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ക്രമമായിട്ട് നടക്കാൻ വേണ്ടിയാണ് അത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അവിടെ ക്രമക്കേടുകൾ ഉള്ളതുകൊണ്ട് അവസാനിക്കുമ്പോൾ സകലവും ചന്തവും ഉചിതമായിട്ട് നടക്കട്ടെ എന്ന് പറയുന്നു. ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ.